ഇൻസ്റ്റഗ്രാം കമന്റ് ഓട്ടോമേഷൻ യൂസ് ചെയ്യുന്ന മിനി ചാറ്റിന്റെ പ്രീമിയം പ്രോ ട്രയൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എത്ര തവണ വേണേലും യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മിനി ചാറ്റിന്റെ ഹോം സ്ക്രീൻ വരുന്നത്. ഈ ഒരു ഹോം സ്ക്രീനകത്ത് എൻ്റെ പ്രൊഫൈലൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു അക്കൗണ്ട് ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്ത് വെച്ചേക്കുന്ന അക്കൗണ്ട് റിമൂവ് ചെയ്തിട്ട് പുതിയ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും, ഫ്രീ വേർഷൻ ആണ്. പ്രോ ട്രയൽ എൻഡ് ആയ ഒരു അക്കൗണ്ടാണത്. അപ്പോൾ ഞാനിത് റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റഗ്രാമിൻ്റെ സംഭവങ്ങളെല്ലാം റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫ്രീ കോൺടാക്ട്സ് ലിമിറ്റ് നിങ്ങൾ ലെഫ്റ്റ് മൂലൊക്കെ നോക്കിയാൽ കാണാം, ലിമിറ്റ് ഓൾറെഡി ഫുള്ളായി കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ലിങ്ക് ചെയ്തേക്കുന്ന ഒരു അക്കൗണ്ട് വീണ്ടും പുതിയൊരു അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. ആദ്യം ഇതേപോലെ ഒന്ന് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് റിമൂവ് ചെയ്യുക. ശേഷം നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഈ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ സാധനം വെച്ച് ലിങ്ക് ചെയ്യുക. ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഓക്കെ, അക്കൗണ്ട് ഹാസ് ബീൻ സക്സസ്ഫുള്ളി അൺലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കാം, ഇൻസ്റ്റഗ്രാം ഓപ്ഷൻ കൊടുക്കാം, ഗോ ടു ഇൻസ്റ്റഗ്രാം കൊടുക്കാം, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓൾറെഡി സൈൻ ഇൻ ആയത് കാരണം ഒരു അലോ ബട്ടൺ മാത്രം ക്ലിക്ക് ചെയ്യേണ്ട വരത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി സൈൻ ഇൻ ചെയ്ത് കിടക്കണം. സെക്യൂർ ഷെൽ വിൻഡോയാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ ഒരു വിൻഡോയ്ക്കകത്ത് വന്നതിന് ശേഷം ആക്ടിവേറ്റ് പ്രോ ട്രയൽ കൊടുക്കുക, കാർഡ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം, സബ് ചെയ്യാൻ മറക്കരുത്. കണ്ടോ, കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ഗ്രീൻ കളറുള്ള ചെക്ക് ബോക്സ് വരും. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ശേഷം നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റീലോഡ് ആവുന്നത് കാണാൻ കഴിയും. ലെഫ്റ്റ് മൂലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശേഷം ഈ ഒരു സംഭവം കംപ്ലീറ്റ് ആയി ഈ ഒരു ഫേസ് കടന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യുവർ പ്രോ അക്കൗണ്ട് ഹാസ് ബീൻ ആക്ടിവേറ്റഡ്. 14 ദിവസത്തേക്ക് പിന്നെ നിങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് തിരിഞ്ഞു നോക്കണ്ട. നിങ്ങളുടെ പ്രീമിയം അക്കൗണ്ട് നിങ്ങൾക്ക് കറൻ്റ്ലി ആക്ടിവേറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ള കുറച്ച് ഓപ്ഷൻസ് നമ്മുടെ അക്കൗണ്ട് പേഴ്സണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. നിങ്ങൾ എന്ത് കൊടുത്താലും കണക്കാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് വരും. ഏയുടെ സംഭവങ്ങൾ അവർ സജസ്റ്റ് ചെയ്യുന്ന ടെംപ്ലേറ്റുകൾ വ്യത്യാസം വരത്തുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ആക്ച്വലി ഒരു കമൻറ്റിനുള്ള റിപ്ലൈ ഓട്ടോമേഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഫൈനലി യുവർ സെറ്റോക്കർ ഈസ് കണക്റ്റഡ് എന്ന് പറയുന്നത് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. ഇവിടെ നിന്ന് നമുക്ക് ഓട്ടോമേഷൻസ് എല്ലാം സെറ്റ് ചെയ്യാം. ഫുൾ ഫംഗ്ഷനാലിറ്റീസ് ഹാസ് ബീൻ എനേബിൾഡ്. അപ്പോൾ ബാക്കിയുള്ള ഓട്ടോമേഷൻ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി ഒരു ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു ഈ ഒരു ടിപ്പ്. ഇപ്പൊ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മറ്റു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എൻഡ് സ്ക്രീനിൽ ആ ഒരു വീഡിയോയുടെ സംഭവം കാണാം. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ വീഡിയോയിലേക്ക് പോകാൻ പറ്റും. സോ ഇത്രയുള്ള വേസ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ വന്നാൽ ഡെഫിനറ്റ്ലി ചോദിച്ചു നോക്കുക. ഓക്കെ, ബൈ.